وعن عبد الله بن عمرو بن العاص رضي الله عنهما أن رسول الله صلى الله عليه وسلم قال من الكبائر شتم الرجل والديه وقيل وهل يسب الرجل والديه قال نعم يسب أبا الرجل فيسب أباه ويسب أمه فيسب أمه متفق عليه. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനൽ കബായിർ വൻപാപങ്ങളിൽ പെട്ടതാണ് ശത്മുർ റജുലി വാലിദൈ ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്. ഖീല അപ്പോൾ അവിടെ പറയപ്പെട്ടു, വഹൽ യസുബ്ബുർ റജുലു വാലിദൈ ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുമോ, ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുമോ? ഖാല നഅം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. യസുബ്ബു അബർ റജുൽ ഒരാൾ മറ്റൊരാളുടെ ഉപ്പാനെ ചീത്ത പറയും. ഫയസുബ്ബു അബ അവൻ ഇവൻ്റെ ഉപ്പായെ തിരിച്ച് ചീത്ത പറയും. വയസുബ്ബു ഉമ്മഹു ഇവൻ മറ്റൊരാളുടെ ഉമ്മയെ ചീത്ത പറയും. ഫയസുബ്ബു ഉമ്മ അവൻ തിരിച്ച് ഇവൻ്റെ ഉമ്മയെ ചീത്ത പറയും എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇപ്പോൾ ഇവിടെ വൻപാപങ്ങളിൽ എണ്ണിയിരിക്കുന്നത് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളതാണ്. അത് വൻപാപങ്ങളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും വൻപാപങ്ങളെക്കുറിച്ചിട്ട് പണ്ഡിതന്മാർ അവരിൽ ചിലർ അതിന് ഒരു ഹദ് കൊണ്ടുവന്നത് കാണാൻ സാധിക്കും, ഒരു ഡെഫിനിഷൻ നിർവചനം കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചിലർ അതിനെ ഹദ്ദാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എണ്ണിപ്പറയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നതൊക്കെ വൻപാപങ്ങളാണ് എന്ന് പറഞ്ഞ് ഗ്രന്ഥരചനകൾ നടത്തിയവരുമുണ്ട്. അതിന് ഹദ് പറഞ്ഞ ആളുകൾ, അതായത് അതിനൊരു വിശദീകരണം പറഞ്ഞ ആളുകൾ, അവർ പറഞ്ഞത് വൻപാപം എന്ന് പറയുന്നത് പ്രത്യേകമായ ചില ശിക്ഷകൾ ദീനുൽ ഇസ്ലാമിൽ പറയപ്പെട്ടവയാണ്. ഒന്ന് അതാണ്, അവർ പറയുന്നത് പ്രത്യേകമായ ശിക്ഷകൾ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വൻപാപമാണ്. കുല്ലു ദംബിൻ റുത്തിബത്ത് അലൈഹി ലുഖൂബത്തു ഫി ദുനിയ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ ശിക്ഷകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കൽ ഹദ്ദി ഔ ഫിൽ ആഖിറ കൽ വഈദ് ബിന്നാർ. ഇപ്പോൾ ദുനിയാവിൽ മോഷണം നടത്തിയാൽ അവൻ്റെ കൈ ഛേദിക്കും, വ്യഭിചാരം നടത്തിയാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലും, അങ്ങനെ ദുനിയാവിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അപ്പം അത് വൻപാപമാണ്, സംശയമില്ല. അതല്ലെങ്കിൽ പരലോകത്ത് ഇന്ന ശിക്ഷയുണ്ട് എന്ന ആഖിറത്തിൽ ചില ശിക്ഷകളെക്കുറിച്ചിട്ട് താക്കീത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും വൻപാപമാണ്. അതല്ലാതെ വൻപാപമെന്ന് എണ്ണിപ്പറയേണ്ടതില്ല. അതല്ലെങ്കിൽ ചില കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഔ ഹിർമാനിൽ ജന്ന അവന് സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല പോലെയുള്ള കാര്യം പറയും. ഔ ലഅന അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഔ ഗളബ് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതും വൻപാപമാണ്. ഔ നഫി ഈമാൻ ഈമാനില്ല എന്ന് പറഞ്ഞാൽ അതും വൻപാപത്തിൽപ്പെട്ടതാണ്. ഔ തബറു ഉമ്മിൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്, ഞാൻ ഇത്തരക്കാരോട് ബന്ധവിച്ഛേദനം നടത്തിയിരിക്കുന്നു പോലെയുള്ള ഔ മാ അശ്ബഹ ദാലിക് ഫഹു കബീറ. പണ്ഡിതന്മാർ പറയണം അതേപോലെയുള്ളതാണ് എങ്കിൽ അതെല്ലാം വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് ഈ രീതിയിൽ പല പണ്ഡിതന്മാരും ഇത് വന്നിട്ടുണ്ട്, ഇതൊക്കെ വൻപാപങ്ങളാണ് എന്നുള്ളത്. അപ്പം അത് വിഷയം നമ്മുടേത് സഹോദരങ്ങളെ ആ വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് പറയണം. അപ്പം തബ്ഈലിയാണ്, അതിൽ പെട്ടതാണ്. വൻപാപങ്ങൾ വേറെയുമുണ്ട്. ആ വൻപാപങ്ങളിൽ പെട്ടതാണ് മിനൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാണ് ശത്മുർ റജുലി വാലിദൈഹി ഒരാൾ തൻ്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യുക, ചീത്ത പറയുക എന്നുള്ളത്. ഈ വിഷയം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ ഉടനെ തന്നെ ചോദിച്ചത്, വഹൽ യസുബ്ബുർ റജുലു വാലിദൈ ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുകയോ? യഥാർത്ഥത്തിൽ അവർ അത്രയും അത്ഭുതത്തോടുകൂടി ചോദിക്കണമെങ്കിൽ ജാഹിലിയത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമായിരിക്കും അത്, മാതാപിതാക്കളെ ഒരാൾ ചീത്ത പറയുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് മാതാപിതാക്കളെ നേർക്ക് നേരെ ചീത്ത പറയുക എന്നതുപോലും ഇന്ന് പുതുതലമുറയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. മാതാപിതാക്കളെ മോശം വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നതും എന്തിനധികം അവരെ കൈകൊണ്ട് മർദ്ദിക്കുന്നതും അതുപോലെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതുമൊക്കെ വധിച്ചു കളഞ്ഞ കാര്യങ്ങൾ പോലും നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മാതാപിതാക്കൾ ആദരിക്കാതിരിക്കുക എന്നുള്ളത് ആ ബഹുദൈവാരാധകർക്കിടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ മറ്റൊരു നിലക്കുള്ള കാര്യങ്ങളും അത് മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുന്നത്, അതേ യസുബ്ബു അബർ റജുൽ നിങ്ങളൊരാൾ നിങ്ങളെ മാതാപിതാക്കൾ ചീത്ത പറയുന്നുണ്ടാവില്ല, പക്ഷേ വേറൊരുത്തൻ്റെ ഉപ്പാൻ ചീത്ത പറയുന്നു. ഫയസുബ്ബു അബാഹു
എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, നിൻ്റെ ഉപ്പാനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് നിൻ്റെ ഉപ്പാനെ പറയും. നീ എൻ്റെ ഉപ്പാനെ വിളിച്ചാൽ ഞാൻ നിന്നെയും വിളിക്കും എന്ന രൂപത്തിൽ അയാൾ പറയും. അതുപോലെ ഉമ്മയെ വിളിക്കുന്നു, അയാൾ തിരിച്ചും ഉമ്മയെ വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒരു നിലക്ക് നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയാനുള്ളൊരു കാരണം നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് പാടില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ചെയ്താൽ നമ്മൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്നാണ്. എത്രത്തോളം മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത് തന്നെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അപ്പം അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിൽ നിന്നുള്ള ഫവായിദ് മിൻ ഫവായിദി ഹാദിൽ ഹദീസ് അന്ന ദുനൂബ ഖിസ്മാനി സഗായിർ വ കബായിർ. പാപങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ചെറുപാപങ്ങളാണ്, വൻപാപങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകമായി വൻപാപങ്ങളിൽപ്പെട്ടത് എന്ന് പറഞ്ഞ് പ്രത്യേകം എണ്ണി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നൊരു ഫായിദയാണ് അന്ന ശത്മ റജുലി അബാഹു വ ഉമ്മഹു മിൻ കബായിരി ദുനൂബ്. മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ്. അതിൽ നേർക്കുനേരെ ലാഹിറായി വന്നിട്ടുള്ള കാര്യമാണ്. ഹദീസിൽ നേർക്കുനേരെ വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെയാണ് ഇത്ര മനോഹരമായി സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതായത് അവിടെ സംഭവിക്കുന്നത് നേർക്കുനേരെ അല്ലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടുണ്ടാകുന്ന ഫലം അതാദ്യമേ പറയാണ്. മാതാപിതാക്കളെ നീ ചീത്ത പറയുന്നതിന് തുല്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സ്വഹാബികൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം അത് ഒരു ഫവായിദായിട്ട് അദ്ദേഹം പറയാം. പിന്നീട് വളരെ പ്രധാനപ്പെട്ടൊരു അടിസ്ഥാനം ഇതിൽ നിന്ന് ലഭിക്കും. അന്നൽ വസാഇല ലഹ അഹ്കാമുൽ മഖാസിദ്. നമ്മൾ മാർഗങ്ങൾക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾക്കുള്ള അതേ ഹുക്കുമാണുള്ളത് എന്നാണ്. അപ്പോൾ മാർഗങ്ങൾ ഏതു മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല, അത് മറ്റ് പല പ്രത്യയശാസ്ത്രങ്ങളുടെയും രീതിയാണ്. മാർഗങ്ങൾ എന്തായാലും ശരി, ലക്ഷ്യം നന്നായാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ലക്ഷ്യങ്ങളുടെ അതേ ഹുക്കുമ തന്നെ മാർഗങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ മോശം ലക്ഷ്യത്തിന് വേണ്ടി നീ ചെയ്യുന്ന എത്ര നല്ല മാർഗങ്ങളാണെങ്കിലും അതിൻ്റെ ഹുക്കും ഹറാം തന്നെ ആയിരിക്കുള്ളൂ. മോശം ലക്ഷ്യമാണ് നീ ഉദ്ദേശിക്കുന്നത്, അത് നീ കാണുന്ന മാർഗങ്ങൾ ബാഹ്യമായി നല്ലതാണെങ്കിലും അത് ഹറാമ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നല്ല മാർഗങ്ങളെ ഉപയോഗിക്കാനും പാടുള്ളൂ. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നല്ല മാർഗങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ നോക്കൂ, എന്താണ് ഈ വിഷയം പറയാൻ കാരണം ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന് തുല്യമാണ് മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത്. അപ്പം മറ്റൊരാൾ മാതാപിതാക്കളെ ചീത്ത പറയുമ്പോൾ നിൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിൻ്റെ തുല്യമാക്കി പറയാനുള്ള കാരണം അത് മറ്റൊന്നിന് കാരണമാകുന്നു എന്നുള്ളതാണ്. നിൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്കെത്തുന്ന വസീലക്ക്, അതിലേക്കെത്തുന്ന മാർഗത്തിന് ഈ ലക്ഷ്യത്തിൻ്റെ അതേ ഹുക്കുമ തന്നെ കൊടുക്കുകയാണ്. അത് തന്നെ വൻപാപത്തിൽപ്പെടുകയാണ്. മറ്റൊരുത്തൻ്റെ ഉപ്പയും ഉമ്മയും ചീത്ത പറയുന്നത് തന്നെ വൻപാപത്തിൽപ്പെടുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ദീനിൽ പൊതുവെ അറിയപ്പെട്ട ഒരു അടിസ്ഥാനം ഈ ഹദീസിൽ നിന്ന് ഫായിദയുണ്ട്. ഒന്ന് സദ്ദു ദറാഇ, ഹറാമിലേക്ക് എത്തുന്ന മാർഗങ്ങളെ കൊട്ടിയടക്കുക, അതിൻ്റെ വഴിയടക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് ദീനിൽ പൊതുവിൽ പറയപ്പെടുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു വിഷയം ഹറാമിലേക്ക് എത്തുമെന്ന് കണ്ടാൽ ആ കാര്യം കൂടി ദീനിൽ ഹറാമായിരിക്കും. അപ്പോൾ മോശപ്പെട്ട ആളുകളുടെ കൂടെ ഇരിക്കുന്നത് നീ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് അവരോടൊപ്പം ഇരിക്കുന്നത് തന്നെ ഹറാമാണ്. അതായത് നിന്നെ ഹറാമിലേക്ക് എത്തിക്കും എന്ന് തോന്നിക്കുന്ന ഒരാളുകളുടെ കൂട്ടത്തിൽ പോയി നീ ഇരിക്കുന്ന തന്നെ നിനക്ക് പാടില്ല. കാരണം അവിടെ പോയി നീ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഹറാമ് ചെയ്യും, നീ പാടില്ല. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ ഹറാമ് നിനക്ക് ആസ്വദിക്കേണ്ടി വരും, അപ്പോൾ അവിടെ പോകുന്നത് തന്നെ പാടില്ല എന്ന് വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആണും പെണ്ണും കൂടിക്കലരുന്നത് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. കാരണം അത് പിന്നീട് വ്യഭിചാരങ്ങളിലേക്കും പല നിലക്കുള്ള ഹറാമായ ബന്ധങ്ങളിലേക്കുമൊക്കെ എത്തും. അതുകൊണ്ട് ആ മേഖല തന്നെ ദീനുൽ ഇസ്ലാം എന്ത് ചെയ്യാണ്, ഹറാമാക്കാണ്. ദീനിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ, ഇലാഹുകളുണ്ടല്ലോ, അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ചീത്ത പറയാൻ പറയുന്നത്? ചീത്ത പറയരുത് എന്ന് പറയുന്നത് അതിന് വലിയ വിലയുള്ളത് കൊണ്ടൊന്നുമല്ല. മറിച്ച് പരസ്യമായി അത്തരം കാര്യങ്ങളെ ചീത്ത പറഞ്ഞാൽ, അവർ കേൾക്കെ പറഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിക്രമം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരറിവുമില്ലാതെ ചീത്ത പറയും. അപ്പോൾ അവരുടെ ആരാധ്യന്മാരെ ചീത്ത പറയുക എന്ന് പറയുന്ന അതിക്രമമൊന്നുമല്ല, അത് അവർക്ക് അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ തിരിച്ച് അർഹതയില്ലാത്ത ഈ കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ചീത്ത പറയുക എന്നുള്ളതാണ്. അതവിടെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട കാര്യം തന്നെ അവിടെ എന്ത് ചെയ്യണം, ചെയ്യണ്ട എന്ന് പറയണം. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അർഹതയില്ലാത്ത കാര്യങ്ങൾ, അത് മോശപ്പെട്ട ഒരു കാര്യങ്ങൾ അവർ ചെയ്യും. അള്ളാഹുവിന് ചീത്ത പറയുന്ന കാര്യം വരും.
ഇത് വളരെ ഗൗരവമുള്ള ഒരു അടിസ്ഥാനമാണ്, വളരെ ഗൗരവമുള്ള ഒരു അടിസ്ഥാനമാണ്. ഒരു വിഷയം അത് നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങളിലേക്ക് എത്തും എന്ന് കണ്ടാൽ ആ വിഷയത്തെ തന്നെ കുട്ടിയടക്കുക എന്നുള്ളത് ദീൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഹദീസുമായിട്ടുള്ള ബന്ധം, ഈ ആശയം വരുന്നത് ഇതാണ്. നിൻ്റെ സഹോദരൻ്റെ, നിൻ്റെ കൂട്ടുകാരൻ്റെ, അതല്ലെങ്കിൽ നിൻ്റെ പരിചയക്കാരൻ്റെ, അതല്ലെങ്കിൽ നാട്ടുകാരൻ്റെ ഒരാളുടെ മാതാപിതാക്കളെ നീ ചീത്ത പറയുന്നത് നിൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിലേക്ക് എത്തും എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അത് ആ നിലക്ക് ഹറാമാകും എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിൽ സ്വന്തം മാതാപിതാക്കളോട് കാണിക്കേണ്ട ബാധ്യതകൾ യഥാർത്ഥത്തിൽ പെടുന്നുണ്ട്. അവരോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് അവരെ മറ്റൊരാൾ ചീത്ത പറയുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. അവരെ ആളുകൾ ചീത്ത പറയുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുത്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിൻ്റെ വാപ്പയെയും ഉമ്മയെയും ആളുകൾ ചീത്ത പറയുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കാൻ പാടില്ല. ആളുകൾ അവരെ ചീത്ത പറയും. അപ്പോൾ അതിൽപ്പെട്ടൊരു കാര്യമാണ് നീ മറ്റൊരാളുടെ വാപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയുക എന്നുള്ളത്. അത് ആളുകൾ നിൻ്റെ വാപ്പയെയും നിൻ്റെ ഉമ്മയെയും ചീത്ത പറയാൻ കാരണമാകും എന്നാണ് ഹദീസിൽ പറയുന്നത്.